ചിരിമണി കൊഞ്ചൽ കിലുങ്ങുന്ന പാട്ടിന്റെ പ്രിയ വിരുന്നിലേക്ക് ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം രമ്യ ചേച്ചിയാണ്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? വിളിക്കൂ. വെൽക്കം രമ്യ ചേച്ചി. സ്റ്റൈലൊക്കെ ആയാലോ? ഓ, ഞാൻ അങ്ങോട്ട് പറയാൻ വരുള്ളൂ. രമ്യ നമസ്കാരം. നമസ്കാരം. എന്തോ സ്റ്റൈലിനെ പറ്റി പറയുന്ന കേട്ടു. മീനുകുട്ടി വേറെ ലെവല്. ഞാൻ വന്നപ്പോ എന്ത് ലെവല്? സ്വർഗവാതിൽ കടന്നു വന്ന ദേവതയോന്ന് എനിക്ക് തോന്നി. അല്ല, ഇന്നലെ ഉറങ്ങിയായിരുന്നോ? നന്നായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി കുഴപ്പമൊന്നുമില്ല, നോർമലാ. എനിക്കിപ്പോ നല്ല ബോധമുണ്ട്, പണ്ടത്തെ പോലെ. അല്ല, ഉറങ്ങിയോന്ന് ചോദിച്ചാ. മധുചേട്ടാ സുഖല്ലേ? ഫോൺസേട്ടാ സുഖല്ലേ? എല്ലാരോടും ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? ഞാൻ നന്നായി ഉറങ്ങി. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ സാധ്യത. കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ജഗട ഇതുവരെ മാറിയിട്ടില്ല. ഇത് അങ്ങോട്ട് തന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായം കുറഞ്ഞവരാ. മനസ്സിലായി. സെയിം പ്രായമാണല്ലേ? 6 വർഷമായിട്ട് ഇതേപോലെ കൊറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. ഇവിടെയും ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പാട്ടും ഡാൻസും അല്ലേ? അല്ലേ മിനുട്ടി? മോണോ ആക്ട് അതൊക്കെ ചെയ്യോ? ആയിക്കോട്ടെ, കലാതിലകല്ലേ? അതെ. എന്നാ പിന്നെ ആ സകല കലകളും ഇവിടെ അതെ. മാത്രമല്ല ഡാൻസ് ഉണ്ട്. മധുവിന്റെ സ്പെഷ്യൽ ഡാൻസ് ഉണ്ട്. ചേച്ചി കണ്ടിട്ടില്ലല്ലോ? ഞാൻ കാണിച്ചുതരാം. മധുങ്കളുടെ ഒരു കിഡിലെ ഞാനേ കണ്ടുള്ളൂ. അത് മറ്റേ വെളിച്ചപ്പാട് കയറി ഇവിടുന്ന് അങ്ങ് ഇറങ്ങുന്നേ. പിന്നെ അവിടെ ചെല്ലുന്ന അവിടെ കൊറേ നേരം എനിക്ക് കാണിച്ചു തരും. ഞാൻ പ്രമോഷൻ ക്ഷീണമാ ഡാൻസ് ചെയ്തിട്ട്. അപ്പൊ രമ്യ, നമുക്ക് പാട്ടും ഡാൻസും എല്ലാം ഒരു ആഘോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് നമുക്കും കൂടെ കൊടുക്കാം. നമ്മള് ടോപ്പ് സിംഗറിൽ വന്ന സെലിബ്രേഷനേ ഉള്ളൂ, അതിന് മേലെ ഒന്നുമില്ല. ടോപ്പ് സിംഗർ സമം സെലിബ്രേഷൻ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ജഡ്ജസിന്റെ ഡാൻസ് കാണാം. ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഡാൻസ്? ഇല്ല, എനിക്ക് മധുചേട്ടന്റെ ഡാൻസ് ആണ് കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരും. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു യുവർ സീറ്റ്. ഇന്ന് ശ്രീകുണ ചേട്ടന്റെ ഡാൻസ് ഉണ്ട്. ഇന്നൊരു കലക്ക് കളിക്കില്ലേ? അഴകിന്റെ രാഗമധുരവുമായി കോഴിക്കോട് നിന്നും നമ്മുടെ കുറിഞ്ഞിക്കുട്ടി എത്തുന്നു. വെൽക്കം പാർത്ഥവി. നല്ല രസമുണ്ട്, ടീച്ചറിനെ ഒക്കെ പോലെ. മോളെ ആരുടെ താങ്ക് യു പറഞ്ഞേ? അവിടെ തന്നെ പറയണം. കാരണം മോളെ എങ്ങനെയാ വിളിച്ചെന്നറിയോ? ഇവിടെ അനൗൺസ് ചെയ്ത് എന്താന്ന് കേട്ടായിരുന്നോ? കേട്ടില്ലായിരുന്നോ? എന്തോ കേട്ടെ? ഇല്ല, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. കോഴിക്കൂട്ടിൽ നിന്നും വരുന്നു ദേന്റെ പാർത്ഥിവി. അങ്ങനെ ഞാൻ പറയാം. എന്നാണ് പറയേണ്ടത്. കുറിഞ്ഞിന്ന് പറഞ്ഞു. അത് ഇഷ്ടമല്ല, കുറിഞ്ഞിന്ന് വിളിക്കുന്നല്ലേ ഇഷ്ടം. ഞാൻ കൊച്ചിന് ഇഷ്ടമുള്ള കൂട്ടിലത്തെ കുറിഞ്ഞിന്ന് പറഞ്ഞാൽ കോഴിന്ന് അർത്ഥം. എന്തായാലും ഈ കോസ്റ്റ്യൂം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെൻസ് ആണ്. നോക്കി ഇത് തന്നെ വാങ്ങിച്ചു തരണം. സ്ഥിരമായിട്ട് തന്നെ ആക്കിക്കോ. അതെ, ഇത് വാങ്ങാൻ കിട്ടും ഇങ്ങനെ. ഏത് പാട്ടാ മോളെ? ഉടുക്കുകൊട്ടിപ്പാടും കാറ്റ്. ഇതാരാ മ്യൂസിക്? RK ശേഖർ സാറ്. നമ്മുടെ AR റഹ്മാൻ സാറിന്റെ അച്ഛൻ അല്ലേ? അറിയാവോ അതൊക്കെ? അറിയാം, ഞാൻ പഠിച്ചോണ്ട് വന്ന്. ചേച്ചി ഉള്ളപ്പോ പറഞ്ഞില്ലേ പഠിച്ചോണ്ട് വരണം. അപ്പൊ പിന്നെ ബാക്കിയും കൂടെ പറഞ്ഞേര്. എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ. അങ്ങനെയാണെ ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേക്കട്ടെ. 19 അങ്ങനെ പറ്റത്തില്ല. മറ്റേ ലോട്ടറിയിൽ ഇത് പറയുന്ന പോലെ 1702. അത് തന്നെ, കറക്റ്റ്. 1972 പറയൂ. 1972. പാടിയത് ജാനകി അമ്മ അല്ലേ? തുടങ്ങാം. ഓക്കെ.
വെരി നൈസ് വെരി നൈസ്. ഡാൻസേഴ്സ് ഡാൻസേഴ്സ് അടിപൊളി. ഓർക്കസ്ട്ര സൂപ്പർ. കുറിഞ്ചി എന്തോ നന്നായിരുന്നു മോളെ. നല്ല പാട്ടൊക്കെ രസമായിട്ട് എന്റെ മോള് പാടി. താങ്ക് യു. ഇത് ഏത് രാഗമാണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം തദരി നന നാരേ തദരി ന. പിന്നെ എവിടെ ചേഞ്ച് വരുന്നേ? അങ്ങനെ 2 രാഗത്തിൽ വളരെ ക്ലവർലി നമ്മുടെ റഹ്മാൻ സാറിന്റെ അച്ഛൻ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. നീ എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, 2 സംഗതിയുണ്ട്. അത് എളുപ്പമാണ്. അതൊന്ന് പാടിക്കുക. അത് എല്ലാവർക്കും സ്വന്തക്കാരൻ സ്വന്തക്കാരൻ സ്വന്തക്കാരൻ. ആ പഞ്ചമ ഒന്ന് ചേർന്നോട്ടെ. ആ പനിതപമകരികസ. ഇവിടെയും നാട്ടുകാർ ആ നാട്ട് നാട്ട്. ഇവിടെയും നാട്ടുകാർ. അപ്പൊ കാരൻ ശ്രുതിയിൽ വരണം. നാട്ടുകാരൻ നീ നീ മോളെ അങ്ങ് സംഗതി ധൃതി പിടിക്കണം. ധൃതി. നീ നീ ആ അത് മോള് ഒക്കെ അത്ര വരൂ. അതുപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രുതി കുഴപ്പമില്ല, ടോട്ടലി കേൾക്കുമ്പം മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ അറിയാവുന്നവർ കേൾക്കുമ്പോഴത്തേക്ക് അതിനെ വിലയിരുത്തുമ്പോഴത്തേക്ക് മോള് അത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, വെറുതെ പഠിച്ചു. പക്ഷേ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ ആ സംഗതി എങ്ങനെയാണ് എന്നുള്ളത് ഇൻ ഫ്യൂച്ചർ ഇനി അടുത്ത പാട്ടിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരും. പാട്ട് നന്നായിരുന്നു, അതും ഓക്കെ, ബട്ട് ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കുക. കുറിഞ്ഞിപ്പെണ്ണേ എന്താ? നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പാട്ട് നല്ല സെലക്ഷനാണ്. ശ്രുതി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നോട്ട്സിന്റെ ക്ലാരിറ്റി, എന്താന്ന് പാടുന്നതിനുള്ള അതിന്റെ ക്ലാരിറ്റി വേണം. ആ ഓ പാടിയതൊക്കെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു ഓ പാടിയപ്പോൾ വിസ്താരയിലുണ്ടായിരുന്ന ആ സീനറി നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാർത്ഥവിക്കുട്ടി, എന്തോ എനിക്ക് ഇങ്ങനെ തന്നെ എടുത്ത് എവിടെയെങ്കിലും കുറെ ഇങ്ങനെ വെക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. താങ്ക് യു. എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. ഡാൻസും ഒക്കെ കൂടി വന്നു. പിന്നെ ഇടയ്ക്ക് മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നല്ലോ, പല സ്റ്റെപ്പുകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. മോള് എത്ര വയസ്സുണ്ട് ഇപ്പം? 9. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഭാഷയിൽ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സമയമല്ലേ. അപ്പം നന്നായിട്ട് ഉച്ചാരണം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഇപ്പം ഇതിനകത്ത് വന്നിട്ട് കാറ്റേ എന്നുള്ളതിനടുത്ത് കാറ്റീ ഒരു ഇകാരം കൂടുതലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഊരു ചുറ്റി ആ ലൈനൊന്ന് പാടാമോ? ഊരു ചുറ്റാൻ എന്നെ കൂടി തേരിലിരു. ഊരു ചുറ്റാൻ എന്നെ കൂടി. ഊരു ചുറ്റാൻ എന്നെ കൂടി. പടിപൊളി. ഇപ്പൊ കറക്റ്റ്. കൂടി താഴത്തേക്ക് വരണം. കൂടി കൂടി കൂടി. ആ വാക്കുകൾ പറയുന്നതിനകത്ത് കുറച്ചുകൂടി നമ്മളൊന്ന് പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഓരോ അക്ഷരങ്ങൾ ഇപ്പോൾ കച്ചേട്ടത്തപ്പ നമ്മൾ പറയില്ല നമ്മുടെ അക്ഷരമാലയിൽ, അത് നമ്മൾ ഓരോന്നും കാ കീ കൂ കേ കോ കൗ കൗ കം ക അങ്ങനെ ഓരോന്നിൻ്റെയും ചാ ചീ ചൂ ചേ ചോ ചൗ ചം ച ടാ ടീ ടു ഓരോ അക്ഷരത്തിൻ്റെയും ഇത് നമ്മളൊന്ന് പറഞ്ഞ് പഠിച്ച ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന സമയത്ത് നമുക്കത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിക്കില്ലേ? ഓക്കെ 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 മോളെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാട്ടും ഇഷ്ടപ്പെട്ടു, മോളെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പാർത്ഥവേ, ഇതെങ്ങനാ? നന്നായി പാടിയോ? ചെറുതായിട്ട് നന്നായി പാടിട്ടോ. താങ്ക് യു. എന്നാലും കുഞ്ഞു വാവയല്ലേ, കുഞ്ഞു വാവയുടെ രീതിയിൽ നന്നായിട്ട് പാടി. മറ്റേ ചില വരികളൊക്കെ തേരിലിരുത്താമോ അത് ആക്ച്വലി കേൾക്കാൻ മോളുടെ ഇപ്പോഴുള്ള മെച്യൂരിറ്റി കാണാതെ പാടിയത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല അത് മോള് വളരെ നാച്ചുറലായിട്ട് വന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊക്കെ അൽഫോൺസ് അങ്കിൾ പറഞ്ഞ പോലെ അതൊക്കെ മോള് ശ്രദ്ധിക്കാം. മോൾക്ക് അതൊക്കെ ഇപ്പം തന്നെ ആ അറിവൊക്കെ കിട്ടി. മോൾ ഭയങ്കര ലക്കിയാ. ഓക്കെ, ഓക്കെ. എന്തോ ഒരു എന്നെ ഇഷ്ടമല്ലേ?
ഇഷ്ടമാ. ആ പിന്നെ എന്തുവാ എന്നോടൊന്നും ചിരിക്കാത്തേ? ഞാൻ മങ്കി പെണ്ണിനകത്ത് ഇന്ത്യ കണ്ടിട്ടുണ്ട്. ആണോ? Thank you. കണ്ടോ, ഞാൻ എല്ലാം ചോദിച്ചു വാങ്ങും, അതാണ് എന്റെ ഒരു സ്വഭാവം. ഇങ്ങോട്ട് പുരസ്കാരങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കും ഈ ചേച്ചി എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പം മിടുക്കി കുട്ടിയായിട്ട് നെക്സ്റ്റ് ടൈം ഇതിലും നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സോ കുറിഞ്ഞിക്കുട്ടി, ടുഡേ വി ആർ ഗിവിംഗ് യു 97 out of 100. താങ്ക് യു. ആദ്യ ഒരു കുക്കുറിഞ്ഞി പൂക്കുറ്റി. താങ്ക് യു. താങ്ക് യു. എന്നാ താങ്ക് യു. ടാറ്റാ. വർണ്ണവേദിയിലേക്ക് എത്തുന്നു നമ്മുടെ കൃഷ്ണക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. പാറു വന്നു കള്ളിയെ പോലെ. എന്ത് ബന്ധം? അതെന്താ പാടിയേ? അല്ല, എന്താണ് അതിന്റെ ബന്ധം? അത് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഏത് പാട്ടാ പാടാൻ പോണേ? അമ്പാടിപ്പയ്യകൾ മെയ്യും. ആ അല്ല, ഈ ശരിയാണല്ലോ. പാറു വന്നു കള്ളിയെ പോലെ. അല്ല മറ്റേ പാട്ട് എവിടോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. മീനൂട്ടി, ഇത് വീട്ടിന്റെ അപ്പുറത്ത് ഏതോ ഒരു പാർവതി ഉണ്ട്. സ്വാമി മன்னிச்சிடுங்க. അതിന്റെ പേരിൽ ഞാൻ സോറി കേട്ടോ മോളെ. ഞാൻ എന്റെ പേരിലും സോറി ചോദിക്കാം. കാരണം അത് വീട്ടിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മോള് വന്നപ്പോഴത്തേക്ക് പാറു വന്നു. അതൊരു കഥയാണ്. പോട്ടെ. അതെ, മക്കളെ സുഖമാണല്ലോ അല്ലേ? പാട്ടൊക്കെ പഠിച്ചോ? പഠിച്ചു. ഏത് പാട്ടാണ്? അമ്പാടിപ്പയ്യകൾ മെയ്യും. ആ, വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ ആരാ? എസ് രമേശൻ നായർ. ആണോ? എന്ത് വിധി. അതായത് ഞാനത് ആലോചിക്കും, എന്ത് വിധിയാണ്. എന്ത് സന്തോഷം. വിദ്യാസാഗർ, പിന്നെ എഴുതിയത് എസ് രമേശൻ നായർ. രമേശ് നായർ സാർ, പാടിയത് ദാസേട്ടനും ദാസേട്ടനുണ്ട്. സുജാത ചേച്ചി. ഞാൻ പഠിച്ചത് സുജാത ചേച്ചിയുടെ. ആ, ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അതിൽ കുറെ സംഗതികളുണ്ടല്ലോ അതില്, ഉണ്ട്. അല്ലേ? പ്ലാൻസ്. പ്ലാൻസ്. അപ്പൊ തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
മക്കളെ എന്താ സാർ? ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു സാർ. കാരണം ഇത്രയും എക്സ്പ്രഷൻ, അതായത് ഗായിക സുജാത പാടിയിരിക്കുന്നത് ഡെഫിനറ്റ്ലി വിദ്യാസാഗറിന് ഞാൻ കുറേ പാട്ടുകൾ പാടിയതാണ്. നമുക്ക് ഓരോ പോയിന്റും പഞ്ച് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ കുളിരുന്നൊരു, അതുപോലെ തന്നെ ഈണം, പകരില്ലേ, അങ്ങനെ ഒരുപാട് പോർഷൻസ്, ഒരുപാട് മോഡുലേഷൻസിൽ, ഒരുപാട് എക്സ്പ്രഷൻസിൽ പാടിയിട്ടുണ്ട്. ഈ പാട്ടുകളെല്ലാം ഈ 4 മിനിറ്റിൽ ഒരു കുഞ്ഞ് ഇവിടെ വന്ന് നിന്ന് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെന്നാ പറയുന്നത്. അത് കംപ്ലീറ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് അതിൻ്റെ അതിമനോഹരമായിട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. താങ്ക് യു സാർ. അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് പാട്ട് പാടാം. കാരണം സാധാരണഗതിയിൽ പല്ലവി കഴിഞ്ഞാൽ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ സംഗതി ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് തന്നെ ആയിരിക്കും. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. പക്ഷെ ഇതല്ല, എക്സ്പ്രഷനിൽ ഇപ്പൊ കുളിരുന്നൊരു വേറൊരു പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ, അത് പാടിക്കും. കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ? ആടോ, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് പറയുന്നത്. ഈ കുളിരുന്ന് എത്ര സ്ഥലത്ത് വന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഈണം താരാ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ട്യൂണ്. അതിന് എത്ര വേരിയേഷൻസ് കൊടുത്തു. അതെ അതെ, അത് ഓർത്ത് നിൽക്കണ്ടേ? ഓർത്താൽ മാത്രം പോരാ, അതുപോലെ വരണ്ടേ? അതെല്ലാം വരുത്തി മോള്. താങ്ക് യു സാർ. ഞാൻ പിന്നെ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഷോട്ട് എടുത്തോണ്ടിരിക്കായിരുന്നു ബീജത്തിലൊക്കെ. MG ഞങ്ങളെ കൊറിയോഗ്രാഫർ ആയിട്ട് മധുങ്ങളെ തന്നെ വെക്കണം കേട്ടോ. അത് തീർച്ചയായിട്ടും. അല്ല, ഞാനൊരു പടം എടുക്കും. അത് ചേട്ടാ, ഒരു ഷോ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് സ്റ്റെപ്പുകൾ. ഇപ്പൊ ചെയ്തത് മതിയോ? എനിക്ക് അത് വേണം. അത് ചേട്ടാ ചെയ്ത സ്റ്റൈലിൽ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല. അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ എന്റെ അടുത്തൊരു പടം എടുക്കുന്നുണ്ട്. അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് മധുവിന്റെ ഒരു പാട്ടിൽ ഫുള്ളായിട്ട് മധുവിന്റെ ഒരു ഡാൻസ് ആയിരിക്കും. അതായത് ഗസ്റ്റ് ഇൻട്രൊഡക്ഷൻ, മധുവിന്റെ ഡാൻസ്. അതിനകത്ത് പടം പൊട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. അത് ആ ഡാൻസ് കാരണം ഞാൻ രക്ഷപ്പെടും. എന്ത് രസം കേൾക്കാൻ. അപ്പൊ എന്തായാലും എന്താ സാർ? ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സാർ. താങ്ക് യു. കൃഷ്ണ, എന്താ സാർ? ഞാൻ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചേ. മധു ആദ്യമായിട്ട് പറയാൻ പോണ എന്താണെന്നറിയോ? ഇവിടെ നിന്ന് കുറച്ചു നേരം കരയായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചുണർത്തി തടവി കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുത്തി. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് അമ്പാടി. അതിന്റെ വീട്ടുപേര് പോലും അമ്പാടി ഇടാൻ വേണ്ടി വെച്ചിരുന്നു. എന്നെ അമ്പാടി എന്നാ വിളിക്കുക. ഇതൊക്കെ കൂടെ ചേർന്നപ്പോ മോളെ എന്താ വിളിക്കുന്നത്? അമ്പാടി. ഞാൻ ഹമ്പാടി എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുവോ? എന്നാ ആദ്യത്തെ അമ്പാടിയായിരുന്നു. പാടിയപ്പം ഹമ്പാടി പയ്യുകൾ നെയ്യുന്ന പാടി. മോളെ ഇനി തൊട്ട് ഞാൻ ഹമ്പാടി എന്ന് വിളിക്കും. ഹമ്പ് ചാടിയാണോ വന്നേ ഇപ്പൊ ഇങ്ങോട്ടേക്ക്? അയ്യോ ചേട്ടാ, തെറിച്ചു, ചെളി തെറിച്ചു. എറിഞ്ഞു. അമ്പാടിന്ന് എന്തായാലും അമ്പടിന്ന് വിളിക്കാം. അമ്പടിന്നായിരിക്കും വിളിക്കണല്ലേ? അമ്മേ, ഇടയില് ഞാൻ ഞെരുങ്ങിപ്പോ. എക്സാക്ട്ലി. ഒരു വൈപ്പ് തരുമോ? സങ്കടം. അപ്പൊ കൃഷ്ണ, എന്താ സാർ? ആദ്യം വിളിച്ച ഭഗവാൻ കൃഷ്ണനെ ആയിരുന്നു. ഈ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നതെന്ന്. കൃഷ്ണ നന്നായിട്ട് പാടി, ഉഗ്രനായിരുന്നു, അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ശ്രീകുട്ടൻ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ വാസ്തവമായിട്ടുള്ള കാര്യം, സത്യമായിട്ടുള്ള കാര്യം. ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും, അതും പല വെറൈറ്റിയിലുള്ള സംഗതികൾ, അതിന്റെ ഭാവം പോകാതെ പാട്ട് ആദ്യം ഒരു അവസാനം വരെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു മാത്രം. അവസാനം ഹമ്പാടി, അത് മാത്രം. ആ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. അത് പോട്ടെ, അത് ദൃഷ്ടിദോഷത്തിന് വേണ്ടിയിട്ടുണ്ടായതാ, ഉണ്ടാവാതിരിക്കാൻ. ഓക്കെ, ഇങ്ങനെ എല്ലാ പാട്ടും ഇതുപോലെ പാട്. ഇതിനേക്കാൾ ഇനി മെച്ചപ്പെടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. മോളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംഗതികളൊക്കെ മോള് തനിയെ ഐഡിയയിൽ പാടിയതാണോ അതോ അങ്ങനെ പഠിച്ചു വന്നതാണോ? കേട്ട് പഠിച്ചതാ. ഓ, എക്സലന്റ്. അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു. ഓരോ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ഓർത്തത് ഇതാണ്, സാധാരണ ഇനി അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് മോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചതാണ്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ആഗ്രഹിക്കുക എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു സിംഗർ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യുക. ഇപ്പോഴത്തെ എല്ലാ സിംഗേഴ്സിന്റെയും അവര് ട്രൈ ചെയ്യുന്നൊരു കാര്യമാണത്. മോൾക്ക് അതിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോൾ ഇതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും യു ക്യാൻ ഡു ഇറ്റ്. എന്തായാലും എല്ലാ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സാർ. കൃഷ്ണ, എന്താ ചേച്ചി? എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം. ചേച്ചിക്ക് സുഖല്ലേ? എനിക്ക് പരമ സുഖാണ് മോളെ. പിന്നെ ഇവിടെ ഇത്തിരി ചെടികൾ തെറിക്കുന്നു എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ആരാ എന്തോ ആരാ മനസ്സിലായില്ലല്ലോ. അല്ല മുഖത്ത് തെറിച്ചു എന്ന് പറഞ്ഞാൽ മതി. കൃഷ്ണക്കുട്ടി, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണെന്നറിയാമോ? ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അതായത് കൃഷ്ണക്കുട്ടി ഇത് പാടിയത് ഒന്നും കൂടെ മനസ്സിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു ചേച്ചി. അതായത് കേൾക്കാൻ ഇനി ഒന്നും കൂടെ കേൾക്കാൻ, ഒന്നും കൂടെ പാടി ഇത് കേൾക്കാനും ഒരു ലൂപ്പ് ഇട്ട് ഇത് കേൾക്കാനുള്ള ഒരു രീതിയിലാണ് മോളിത് പാടി വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ അതാ നമ്മൾ റെക്കോർഡിൽ കേൾക്കുന്ന പോലെ തന്നെ അതിങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് അതിന്റെ ഇമോഷൻസ് ഒക്കെ എങ്ങനെ ചിലപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഓർക്കുമ്പോഴും ഇങ്ങനെ ലൈവായിട്ട് വന്ന് പാടുമ്പോഴൊക്കെ ചില സമയത്ത് ഇമോഷൻസ് ഒക്കെ മിസ്സായി പോകും ആ പാട്ടിന്റെ. അയ്യോ എനിക്ക് പിന്നെ മോൾ ആദ്യം റിഹേഴ്സൽ ചെയ്തപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നി. പക്ഷേ സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ, ലൈറ്റ്സിൽ എല്ലാം വേറെ ലെവൽ. അതാണ് റിയൽ പെർഫോമർ. ഇരവുകൾ പകല അതൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോ അങ്ങനെ കറക്റ്റ് ടേക്ക് ഓഫ് ആണ് രണ്ടും. അതിങ്ങനെ ഒഴുകാണ് അത്. നമ്മത് ചേട്ടാ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമോ? അതിനിപ്പോ എന്താ, ഞാൻ പേടിച്ചു ഡാൻസ് കളിക്കാനാണ്. അല്ല, ഡാൻസ് കളിച്ച സ്ഥിതിക്ക് ഒരു പാട്ടും കൂടി പാടി വളരെ നന്നായിരുന്നു ഇല്ലേ? മധുചേട്ടന്റെ നമുക്ക് മധുസാറിന്റെ വോയിസിലൊന്ന് കേൾക്കണ്ടേ? വേണേ നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ പാടാൻ പറ്റുമോ? രസമായിരിക്കും. ജസ്റ്റ് ഇവിടെ വന്നിട്ട്. ഇരവുകൾ പകലായി വിരിയില്ലേ, വിരഹവും മധുരം പകരില്ലേ. ആകിടുകൾ നിറയും ഹൃദയങ്ങൾ അറിയുമി പ്രണയം ഉദയങ്ങൾ. പ്രേമത്തിൻ പീലിക്കണ്ണിൽ നീയാണല്ലോ, ദാഹത്തിൻ നെഞ്ചിൽ നീ പാലാണല്ലോ. നാടും കാണാം കൂടും കൂട്ടാമീണം പാടാം നാണം ചൂടാം. ഓ അമ്പാടി പയ്യുകൾ നീയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. കുഴലൂതും മേഘം നെയ്യിൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ. നാടും കാണാം കൂടും കൂട്ടാമീണം പാടാം നാണം ചൂടാം. ഓ താങ്ക് യു സോ മച്ച് മധുചേട്ടാ. താങ്ക് യു. താങ്ക് യു കൃഷ്ണക്കുട്ടി, ഒന്നുകൂടെ പാടി തന്നതിന് താങ്ക് യു സോ മച്ച്. ലവ് യു. താങ്ക് യു കൃഷ്ണ. ലവ് യു ചേച്ചി. താങ്ക് യു, താങ്ക് യു. So we are giving you 100 out of 100. Thank you, sir. Congrats. Thank you. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.